Hello all my dears, welcome back to our YouTube channel Universe of Tarot 369. അപ്പോൾ നമ്മളുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ആർക്കെങ്കിലും എൻ്റെ അടുത്തുനിന്ന് പേഴ്സണൽ റീഡിങ്സ് ആവശ്യമുള്ളവർക്ക് എന്നെ ഈ സ്ക്രീനിൽ കാണിക്കുന്ന നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ്. അപ്പോൾ നമ്മളുടെ ഇന്നത്തെ റീഡിങ്ങിൻ്റെ ടോപ്പിക് എന്ന് പറയുന്നത് നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ എന്തെങ്കിലും തരത്തിലുള്ള മാറ്റങ്ങൾ ഉണ്ടായിട്ടുണ്ടോ എന്നുള്ളതാണ്. റീഡിങ്ങിലേക്ക് കിടക്കുന്നതിന് മുന്നോടിയായിട്ട് ഇതൊരു ജനറൽ റീഡിംഗ് ആണ്. സോ എല്ലാവർക്കും റെസനേറ്റ് ആവണമെന്നില്ല, സ്ഥിരമായിട്ട് കാണുന്നവർക്കും റെസനേറ്റ് ആവണമെന്നില്ല ചില റീഡിങ്സൊക്കെ. അപ്പം ആർക്കൊക്കെയാണോ റെസനേറ്റ് ആവുന്നവർ അവർക്ക് ഈ ഒരു റീഡിങ്സ് കാണാവുന്നതാണ്. ഓക്കെ, നമുക്ക് റീഡിങ്സിലേക്ക് കിടക്കാം. യൂണിവേഴ്സ് പ്ലീസ് ഗൈഡ് us. യൂണിവേഴ്സ് പ്ലീസ് ഗൈഡ് us. യൂണിവേഴ്സ് പ്ലീസ് ഗൈഡ് us. ഓക്കെ, നിങ്ങൾ സ്നേഹിക്കുന്ന വ്യക്തി അല്ലെങ്കിൽ നിങ്ങളുടെ ഈ ഒരു റിലേഷൻഷിപ്പിൽ എന്തെങ്കിലുമൊക്കെ ഒരു മാറ്റങ്ങൾ ഉണ്ടായിട്ടുണ്ടോ? Universe, please guide us. Universe, please guide us. Universe, please guide us. Yes, please guide us. ഈ ഒരു റിലേഷൻഷിപ്പിൽ എന്തെങ്കിലുമൊക്കെ മാറ്റങ്ങൾ ഉണ്ടായിട്ടുണ്ടോ? Universe, please guide us. ഓക്കെ, അപ്പം നമുക്കെന്തായാലും റീഡിങ്സിലേക്ക് കടക്കാം. ബോട്ടം ഓഫ് ദ ഡെക്ക് കിട്ടിയിരിക്കുന്ന ജസ്റ്റിസ് ആൻഡ് ദ ഹൈ പ്രൈസ്റ്റ്. ഓക്കെ, അപ്പം നമുക്ക് ഈ ഒരു റീഡിങ്ങിൽ കാണുവാൻ വേണ്ടി കഴിയുന്നത് ഒരു സമയത്ത് നിങ്ങളുടെ ഈ ഒരു പ്രണയബന്ധം ഇപ്പോഴത്തെ ഒരവസ്ഥയിൽ ഒരു ബ്രേക്കപ്പ് ആയി നിൽക്കുന്നവരും അല്ലെങ്കിൽ ഒരു ലെസ് കോണ്ടാക്റ്റിൽ നിൽക്കുന്നവർക്കാണ് കൂടുതലായിട്ടും ഇത് റെസനേറ്റ് ആവുന്നത്. ഇതിൻ്റെ അകത്തെന്ന് പറയുമ്പോൾ കാരണം നിങ്ങൾ സ്നേഹിക്കുന്ന വ്യക്തിയെ സംബന്ധിച്ച് നിങ്ങൾ അവിടെ വീണ്ടും വീണ്ടും ഒരുപാട് അവസരങ്ങൾ ഈ ഒരു പേഴ്സണ് കൊടുക്കുന്നുണ്ട്. ആ ഒരു വ്യക്തിയെ സ്നേഹിച്ച് അല്ലെങ്കിൽ മരണം വരെ നിങ്ങളുടെ ആ ഒരു സ്നേഹമെന്ന് പറയുന്നത് അത് ഒരുപോലെ നിങ്ങൾ കാത്തു സൂക്ഷിക്കുന്നു എന്നതാണ് ഏറ്റവും മഹത്തായിട്ടുള്ള ഒരു കാര്യം എന്ന് പറയുന്നത്. ഈ ഒരു പേഴ്സണ് കിട്ടാവുന്നതിൽ വെച്ച് ഏറ്റവും നല്ലൊരു ബന്ധം അല്ലെങ്കിൽ നല്ലൊരു വ്യക്തിത്വമാണ് നിങ്ങളെന്ന് പറയുന്നത്. അപ്പോൾ ഈ ഒരു പേഴ്സണെ സംബന്ധിച്ച് ഇതുവരെയുമുള്ളൊരു കാര്യങ്ങളെന്ന് പറയുമ്പോൾ നിങ്ങൾ കൂടുതലായിട്ടും ഒരു പ്രയോറിറ്റി ആ ഒരു പേഴ്സണ് കൊടുക്കുന്നുണ്ട്. ആ ഒരു വ്യക്തിയെ സംബന്ധിച്ച് പക്ഷേ ഇതിൻ്റെ അകത്ത് എന്ത് വന്നോട്ടെ അല്ലെങ്കിൽ കൂടുതലായിട്ടും ഇതിൻ്റെ അകത്ത് റിസ്ക് എടുക്കുന്നില്ലാത്ത ഒരു സാഹചര്യമാണ് ആ ഒരു വ്യക്തിയെ സംബന്ധിച്ച് കാണുന്നത്. പല കാര്യങ്ങളിലും കണ്ണടച്ചു വിടുന്നു. അതിപ്പം കണ്ണടച്ചു വിടുക എന്ന് പറയുമ്പോൾ അതിൻ്റെ അകത്ത് എന്താണ് ഉദ്ദേശിക്കുന്നത് ചോദിച്ചാൽ നിങ്ങളുടെ ഇപ്പോൾ ഒരു കോള് വരുമ്പോൾ പോലും ആ ഒരു പേഴ്സണ് എന്നെ സ്നേഹിക്കുന്നല്ലോ അല്ലെങ്കിൽ എന്നെ ഇത്ര ആത്മാർത്ഥമായിട്ട് സ്നേഹിക്കുന്നല്ലോ എന്ന് വിചാരിച്ച് അതിന് മുൻഗണന കൊടുക്കുകയല്ല ചെയ്യുന്നത്, പകരം കണ്ണടച്ച് വിടുവാണ്. അല്ലെങ്കിൽ അത് കണ്ടിട്ടും കണ്ടില്ല എന്ന് നടിച്ച് മാറി നിൽക്കുന്ന ഒരു അവസ്ഥയാണ് നിങ്ങൾ സ്നേഹിക്കുന്ന ഒരു വ്യക്തിയിൽ നിന്ന് കാണുന്നത്. ഇത്രയും നാളും ഉണ്ടായിരുന്ന ഒരു കാര്യങ്ങൾ വെച്ചിട്ടാണ് നമ്മൾ പറയുന്നത്. അപ്പോൾ ഈ ഒരു സമയത്തെന്ന് പറയുമ്പോൾ നിങ്ങൾ സ്നേഹിക്കുന്ന വ്യക്തിയെ സംബന്ധിച്ച് കൂടുതലായിട്ടും ഇതിൻ്റെ അകത്തൊരു മിറാക്കിൾ സംഭവിച്ചു എന്ന് തന്നെ പറയാം. കാരണം എന്താണെന്ന് വെച്ചാൽ ഇതിൽ യൂണിവേഴ്സലിൻ്റെ അല്ലെങ്കിൽ നിങ്ങൾ ഇതിൻ്റെ അകത്ത് ഒരുപാട് ജസ്റ്റിസ് ആഗ്രഹിച്ചിട്ടുള്ളൊരു വ്യക്തിയാണ്. കാരണം ഒരുപാട് തവണകളായിട്ടും നിങ്ങളുടെ ജീവിതത്തിൽ ഒരുപാട് പ്രശ്നങ്ങളിലൂടെ നിങ്ങൾ കടന്നു പോയിട്ടുണ്ട്. പല തവണയാണെങ്കിലും ചിലപ്പം നിങ്ങളുടെ ജീവിതത്തിൽ ഒരുപാട് നിങ്ങൾ പരാജയപ്പെട്ടിട്ടുണ്ടായിരിക്കാം. നിങ്ങൾക്ക് നേരത്തെ ഈ ഒരു വ്യക്തിയെ കണ്ടുമുട്ടി അല്ലെങ്കിൽ ഈ ഒരു റിലേഷൻഷിപ്പിലാകുന്നതിന് മുന്നോടിയായിട്ട് തന്നെ നിങ്ങൾക്ക് ചിലപ്പോൾ ഒരു വൺ സൈഡ് ലവ് ആവാം, അല്ലെങ്കിൽ നിങ്ങൾ പ്രണയിച്ചിട്ടുള്ള ഒരു വ്യക്തികളാവാം, അല്ലെങ്കിൽ നിങ്ങളുടെ ഭാര്യയാവാം, ഭർത്താവാവാം, മുൻ കാമുകനാവാം, കാമുകയാവാം. അവിടെ ജെൻഡർ എന്ന് പറയുന്നൊന്നുമില്ല. ഇതൊരു ജനറൽ റീഡിംഗ് ആയതിനാലാണ്. അപ്പം ആ ഒരു പേഴ്സണെ സംബന്ധിച്ചെന്ന് പറയുമ്പോൾ
നിങ്ങൾക്ക് നിങ്ങളെ ചതിക്കുക മാത്രമാണ് ചെയ്തിട്ടുള്ളത്. ചിലപ്പം നിങ്ങളുടെ കാശിന് വേണ്ടി നിന്നിട്ടുള്ളവരാവാം, അല്ലെങ്കിൽ നിങ്ങളുടെ ശരീരത്തിന് വേണ്ടി നിന്നിട്ടുള്ളവരാവാം, അല്ലെങ്കിൽ നിങ്ങളുമായിട്ട് വെറുതെ ടൈം പാസിന് വേണ്ടിയാണ് ഈ ഒരു വ്യക്തിനെ കണ്ടുമുട്ടുന്നതിന് മുമ്പ് ഉണ്ടായിരുന്ന ഒരു വ്യക്തി നിന്നിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ആ വ്യക്തിയിൽ നിന്ന് തന്നെ നിങ്ങൾക്ക് വലിയൊരു ചതി നിങ്ങളുടെ ജീവിതത്തിൽ കിട്ടിയിട്ടുണ്ട്. അല്ലെങ്കിൽ നിങ്ങൾ വിചാരിച്ചപ്പോൾ ഒരു മാരേജ് ലൈഫ് അല്ല നിങ്ങൾക്ക് കിട്ടിയിട്ടുള്ളത്. ആ ഒരു വ്യക്തിയെ സംബന്ധിച്ച് ഭാര്യ അല്ലെങ്കിൽ ഭർത്താവ് എന്നുള്ളൊരു പദവിക്ക് വേണ്ടി മാത്രം നിങ്ങളെ ആ ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ കൂട്ടിയിട്ടുണ്ടെന്നേ ഉള്ളൂ. അല്ലാതെ നിങ്ങൾക്ക് വലിയ മുൻതൂക്കമോ ഒന്നും കിട്ടിയിട്ടുമില്ല. അപ്പം അതുകൊണ്ടാണ് അവിടുന്ന് കിട്ടാത്ത ഒരു സ്നേഹവും ആ ഒരു പരിഗണനയ്ക്കും വേണ്ടിയാണ്, അല്ലെങ്കിൽ നിങ്ങൾക്ക് ആരൊക്കെ ഉണ്ട് എന്ന് തോന്നിപ്പിച്ച ഒരു നിമിഷം ഈ ഒരു പേഴ്സൺ വന്നതിനാലാണ്. അപ്പോൾ നമുക്കിവിടെ നോക്കുമ്പോൾ കാണുന്നത് ഈ ഒരു വ്യക്തിയെ സംബന്ധിച്ച്, അല്ലെങ്കിൽ ഈ ഒരു റിലേഷൻഷിപ്പിലേക്ക് നിങ്ങൾ വന്നിട്ടുള്ളത് നിങ്ങളുടെ ജീവിതത്തിൽ ഒരുപാട് ഒരു ദുഃഖം നിറഞ്ഞിട്ടുള്ള ഒരു സാഹചര്യങ്ങളിലൂടെ വന്നതും, അതുപോലെ തന്നെ ഒരുപാട് ഒരു പോരാളിയുടെ ഒരു കാര്യമാണ് നമുക്ക് കൂടുതലായിട്ടും കാണുന്നത്. ഒരു അത്രയും എന്താ പറയുക, ജീവിതത്തിൽ സ്ട്രഗിൾ ചെയ്ത് വന്നിട്ടുള്ളതാണ്. അപ്പോൾ ഇനി ഒരിക്കൽ കൂടി നിങ്ങൾക്ക് മനസ്സുകൊണ്ട് എവിടെയും തോൽക്കുവാനോ അല്ലെങ്കിൽ ആരിൽ നിന്നും ഒരു സങ്കടം കാണുവാനോ നിങ്ങൾ ആഗ്രഹിക്കുന്നില്ല. അപ്പം നിങ്ങൾ ആ ഒരു ട്രാജഡി കൂടെ കടന്നു പോയിട്ടുള്ളൊരു വ്യക്തിയാണ്. അപ്പോൾ ആ ഒരു വിഷമം ഉള്ളത് കൊണ്ട് തന്നെ നിങ്ങൾക്ക് മറ്റൊരു വ്യക്തിയെ ചതിക്കണം എന്നുള്ളൊരു മനസ്സോ കാര്യങ്ങളോ ഒന്നും ഇവിടെ ഇല്ല. അല്ലെങ്കിൽ നിങ്ങൾ സ്നേഹിക്കുന്ന വ്യക്തിയെ സംബന്ധിച്ച് 100% ഒരാത്മാർത്ഥമായിട്ടുള്ളൊരു സ്നേഹം നൽകിയിട്ട് മാത്രമാണ് നിങ്ങൾ ആ ഒരു വ്യക്തിയോടൊപ്പം നിൽക്കുന്നത്. നിങ്ങൾ ചിലപ്പോൾ ഒന്നും ഇല്ലായിരിക്കാം, സാമ്പത്തികമായിട്ടൊന്നും സഹായിക്കാനില്ലായിരിക്കാം, എങ്കിലും മനസ്സുകൊണ്ട് നിങ്ങൾ വളരെയധികം ഒരു ബലം ആ ഒരു വ്യക്തിക്ക് നൽകുന്നുണ്ട്. എന്നും കൂടെ കാണും എന്നുള്ളൊരു മനസ്സും അല്ലെങ്കിൽ ആ ഒരു പിൻബലം നൽകുന്നതുകൊണ്ട് പല കാര്യങ്ങളിലും നിങ്ങൾ സ്നേഹിക്കുന്ന വ്യക്തിക്ക് ഒരു പിൻബലം കിട്ടുന്നതുകൊണ്ട് തന്നെ പല കാര്യങ്ങളിലും അവർക്ക് വിജയിക്കാൻ സാധിച്ചിട്ടുണ്ട്. ചിലപ്പോൾ ഈ ഒരു വ്യക്തിയെ സംബന്ധിച്ചെന്ന് പറയുമ്പം നിങ്ങളെ കണ്ടുമുട്ടുന്ന ഒരു സമയങ്ങളിൽ സെയിം ആയിട്ടുള്ളൊരു അവസ്ഥയിൽ കൂടെ കടന്നു വന്നിട്ടുള്ളതാവാം. മേ ബി ഇപ്പം എക്സ്ട്രാ മാരിറ്റൽ അഫെയർ എന്നൊക്കെ പറയാം. അല്ലെങ്കിൽ ഇപ്പോൾ എന്താ പറയുക, ഈ ഒരു നേരത്തെ ഉണ്ടായിരുന്ന ഒരു വ്യക്തിയിൽ നിന്നും ഒരുപാട് പ്രശ്നങ്ങൾ അനുഭവിച്ച് തന്നെ ആയിരിക്കാം ഈ ഒരു പേഴ്സണും വന്ന് നിൽക്കുന്നത് നിങ്ങളുടെ അടുത്ത്. അപ്പം നിങ്ങളുടെ അടുത്തു നിന്നൊരു സ്നേഹത്തിന് വേണ്ടി തന്നെയാണ് തിരിച്ചും അവർ പ്രതീക്ഷിച്ച് നിൽക്കുന്നത്. അല്ലാതെ ആ ഒരു വ്യക്തിയെ സംബന്ധിച്ച് എന്താ പറയുക, നിങ്ങൾ വിചാരിക്കുന്ന പോലെ സെയിം തിങ്കിങ് ആണ്, അല്ലെങ്കിൽ ഒരു ടിൻ ഫ്ലെയിം ആയിട്ടുള്ള എനർജിയാണ് അവിടെ കാണുന്നത്. അപ്പം അതുകൊണ്ട് തന്നെ രണ്ടുപേരുടെ മനസ്സിൻ്റെ ഉള്ളിൽ ആത്മാർത്ഥ സ്നേഹമല്ലാതെ ഒരു ചതിക്കുന്ന അല്ലെങ്കിൽ ഒരു വഞ്ചകൻ വഞ്ചകി എന്നൊക്കെ പറയാം, അങ്ങനത്തെ ഉള്ളൊരു ഫീലിങ്സ് നിങ്ങൾ രണ്ടുപേരിൽ നിന്നും നമുക്കിവിടെ കാണുവാൻ വേണ്ടി കഴിയുന്നില്ല. അപ്പം നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ നിങ്ങൾക്ക് ഞാൻ പറയാതെ പോലും അറിയാം. കാരണം ഈ ഒരു ടിൻ ഫ്ലെയിം എനർജിയാണ്. അതുപോലെ തന്നെ പല കാര്യങ്ങളും ഇപ്പം നിങ്ങൾ സ്നേഹിക്കുന്ന വ്യക്തിയിൽ നിന്നൊരു വിളി വേണം, അല്ലെങ്കിൽ എന്താ പറയുക, ഒരു മെസ്സേജ് വേണം എന്നൊക്കെ ആഗ്രഹിക്കുന്ന ഒരു സമയത്താവാം ആ ഒരു വ്യക്തിയിൽ നിന്നും ഒരു വിളിയാണെങ്കിലും മെസ്സേജ് ആണെങ്കിലും വന്നിട്ടുള്ളത്. നേരത്തെയൊക്കെ ഒരുപാട് സന്ദർഭങ്ങളിലൊക്കെ നിങ്ങൾക്കത് കണ്ടിട്ടുണ്ടാവാം. നിങ്ങൾ രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞിട്ടുണ്ടാവാം, എന്താണിങ്ങനെ ഞാൻ മനസ്സിൽ കാണുമ്പോൾ എന്തുകൊണ്ടാണ് നിൻ്റെ അടുത്ത് നിന്ന് എനിക്ക് അങ്ങനെ വരുന്നത് എന്നൊക്കെ പലതവണ നിങ്ങൾ പോലും അത്ഭുതപ്പെട്ടിട്ടുണ്ടാവാം ഈ ഒരു റിലേഷൻഷിപ്പിൽ. അപ്പം തന്നെ നിങ്ങൾക്ക് ആ മാനസികപരമായിട്ടുള്ള അത്രയും ബോണ്ടിങ് അവിടെയുണ്ട്. അതായത് ഒരു വിളിക്കണം, അല്ലെങ്കിൽ നമ്മളിപ്പോൾ ആഗ്രഹിക്കുന്ന ഒരു സമയത്ത് നേരെ നമ്മൾ സ്നേഹിക്കുന്ന വ്യക്തി നമ്മളെ വിളിക്കണമെങ്കിൽ ആ ഒരു വ്യക്തി നമ്മളെ ഓർക്കുന്നതിനാലും നമ്മളെ നഷ്ടപ്പെടുത്തി കളയുവാൻ ആഗ്രഹിക്കാത്തത് കൊണ്ടും മാത്രമാണ്. അപ്പം നമുക്കിവിടെ ഈ ഒരു റിലേഷൻഷിപ്പിലും അത് തന്നെയാണ് കാണുന്നത്. അതായത് നിങ്ങളെ നഷ്ടപ്പെടുത്തി കളയാൻ വേണ്ടി ആ വ്യക്തി ആഗ്രഹിക്കുന്നില്ല എന്നതാണ് ഏറ്റവും വലിയൊരു സത്യമെന്ന് പറയുന്നത്. അവരുടെ ഉള്ളിൻ്റെ ഉള്ളിൽ ഒളിഞ്ഞു കിടക്കുന്ന ഒരുപാട് കാര്യങ്ങളുണ്ട്, അതൊന്നും നിങ്ങൾ അറിയുന്നില്ല. കാരണം എന്താ പറയുക, ഇനിയും അത് ഒരു മനുഷ്യനെ മനസ്സിലാക്കാൻ പറ്റത്തില്ല എന്നുള്ളൊരു വിചാരമാണ് നിങ്ങളുടെ മനസ്സിൻ്റെ ഉള്ളിലുള്ളത്. ഒരു മനുഷ്യൻ്റെ സ്വഭാവം എപ്പോൾ വേണേലും മാറാം എന്നുള്ളൊരു ചിന്താഗതിയുണ്ട്. കാരണം നിങ്ങളുടെ പാസ്റ്റ് ലൈഫ് അതാണ്. കഴിഞ്ഞു പോയ സമയങ്ങളിൽ നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിച്ചിട്ടുള്ള ഓരോ ചെറിയ കാര്യങ്ങളും നിങ്ങൾ ഓർത്ത് വെക്കുന്നുണ്ട്. അപ്പോൾ അത് ഈ ഒരു ബന്ധത്തെ പലതവണ ബാധിക്കുന്നുമുണ്ട്. കാരണം അതുപോലെയാണോ ഇത് എന്നുള്ളൊരു പേടി നിങ്ങൾക്ക് എപ്പോഴും ഉണ്ട്. അപ്പോൾ ആ ഒരു സെയിം ആയിട്ടുള്ള ഒരു അവസ്ഥയിലൂടെ ഈ സമയത്ത് നിങ്ങൾ കടന്നു പോവുകയാണ്. കാരണം ചിലപ്പോൾ നോ കോണ്ടാക്റ്റ് ആവാം, ചിലപ്പോൾ ലെസ് കോണ്ടാക്റ്റ് ആവാം. എന്തായാലും എന്താ പറയുക, ഈ ഒരു റിലേഷൻഷിപ്പിൽ
നിങ്ങൾ പോലും ഇപ്പോൾ പേടിക്കുന്നുണ്ട്. കാരണം ഞാൻ ഇത്രയും നാളും ഇതിൻ്റെ അകത്ത് നിന്നിട്ടുള്ളത് വെറുതെയാണോ എന്നുള്ളൊരു ഭയം നിങ്ങളെ വളരെയധികം കീഴ്പ്പെടുത്തുന്നുണ്ട്. എന്തെന്നില്ലാത്തൊരു മാനസിക വിഷമങ്ങൾ നിങ്ങൾക്ക് വരുന്നുണ്ട്. കാരണം ഇതിൽ ഞാൻ ഇങ്ങനെയല്ലല്ലോ പ്രതീക്ഷിച്ചത്, അല്ലെങ്കിൽ ഈ വ്യക്തിയിൽ നിന്ന് ഞാൻ ഇങ്ങനെയല്ലല്ലോ പ്രതീക്ഷിച്ചത് എന്നുള്ള ഒരു വിഷമം നിങ്ങളെ വളരെയധികം നിങ്ങളുടെ മനസ്സിനെ പിടികൂടുന്നുണ്ട്. പല രാത്രികളിലും നിങ്ങൾക്കത് ഈ ഒരു വ്യക്തിനെ പറ്റി ഓർത്ത് ഭയങ്കരമായിട്ട് വിങ്ങിപ്പൊട്ടുവാണ്. ചിലപ്പോൾ നിങ്ങളുടെ സാഹചര്യം എന്ന് പറയുന്നത്, സന്ദർഭം എന്ന് പറയുന്നത് വിങ്ങിപ്പൊട്ടാൻ പോലും ഒരവസരം ഇല്ലാതിരിക്കുന്ന ഒരു സന്ദർഭമാണ്. എങ്കിലും എന്താ പറയുക, അതിൻ്റെ അകത്ത് ആ വ്യക്തിനെ ഓർത്തോർത്ത് നിങ്ങളുടെ മനസ്സ് ഓരോ സമയം കീറി മുറിക്കുന്ന തരത്തിൽ ഓരോ വേദനകൾ തരുവാണ്. ഒരു ഭൂമി പിളർന്ന് താഴേക്ക് പോകുന്ന ഒരു ഫീലിങ്സും, അല്ലെങ്കിൽ എന്താ പറയുക, കരഞ്ഞു കരഞ്ഞ് നിങ്ങളങ്ങ് ഭയങ്കരമായിട്ട്, അല്ലെങ്കിൽ ഒരു ഉറക്കത്തിലേക്കും ക്ഷീണം ഭയങ്കര, അതുപോലെ തന്നെ മനസ്സ് രണ്ടായിട്ട് പിളർക്കുന്നു. അങ്ങനത്തെ ഉള്ള ഒരു സാഹചര്യത്തിലാണ് നിങ്ങളിപ്പോൾ നിൽക്കുന്നത്. ഇപ്പം നിങ്ങൾ സ്നേഹിക്കുന്ന വ്യക്തിയെ സംബന്ധിച്ച് അവരിൽ മാറ്റങ്ങൾ എന്തെങ്കിലും ഉണ്ടായിട്ടുണ്ടോ എന്നുള്ള കാര്യം നോക്കുമ്പോൾ തീർച്ചയായിട്ടും ഇവിടെ ഒരു ടിൻ ഫ്ലെയിം എനർജിയാണെന്ന് നമ്മൾ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു. അതുകൊണ്ട് തന്നെ നിങ്ങളുടെ മനസ്സിൻ്റെ ഉള്ളിലുള്ളത് എന്താണ്, അല്ലെങ്കിൽ നിങ്ങൾ എന്താണ് ഓർക്കുന്നതെന്നും നിങ്ങൾ എത്രത്തോളം ആഴത്തിൽ വേദനിക്കുന്നുണ്ടെന്നും ഈ വ്യക്തിക്ക് യഥാർത്ഥത്തിൽ മനസ്സിലാക്കാൻ സാധിക്കുന്നു എന്നതാണ് ഒരു സത്യമായിട്ടുള്ള ഒരു കാര്യം. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ഒരു വ്യക്തിയെ സംബന്ധിച്ച് നമുക്ക് നോക്കുമ്പോൾ തീർച്ചയായിട്ടും ആ ഒരു വ്യക്തിയുടെ മനസ്സിൻ്റെ ഉള്ളിൽ നിങ്ങളെപ്പോലെ തന്നെ ഒരു വിങ്ങിപ്പൊട്ടുന്നുണ്ട്. അല്ലെങ്കിൽ അവൾ അല്ലെങ്കിൽ അവൻ, അങ്ങനെയുള്ള ഒരു രീതിക്ക് ആ ഒരു വ്യക്തി ഓർക്കുന്നുണ്ട്. എനിക്ക് വേണ്ടി ഒരുപാട് സങ്കടപ്പെടുന്നുണ്ട്, അല്ലെങ്കിൽ ഞാനില്ലാതെ ഒരുപാട് വിഷമിക്കുന്നുണ്ട് എന്ന് ഈ ടിൻ ഫ്ലെയിം എനർജി കാരണം ഈ വ്യക്തിക്ക് മനസ്സിലാവുന്നുണ്ട്. അപ്പം നിങ്ങൾ പോലും അറിയാതെ നിങ്ങളുടെ ആത്മബന്ധം അത്രത്തോളം ശക്തമാണെന്ന് ഓരോ സമയം തെളിയിച്ചു കൊണ്ടിരിക്കുകയാണ്. അതുപോലെ തന്നെ ഒരു മിറാക്കിളായിട്ട് എന്താ പറയുക, ഈ ഒരു വ്യക്തിയുടെ ഭാഗത്ത് നിന്നും നിങ്ങളുടെ കൂടുതലായിട്ടും സ്നേഹവും സാമീപ്യവും വേണമെന്നും ഈ വ്യക്തി വളരെയധികം ആഗ്രഹിക്കുന്നുണ്ട്. അതുപോലെ തന്നെ എന്ന് പറയുമ്പോൾ അവരുടെ മനസ്സ് എന്ന് പറയുന്നത് ഇവിടെ ക്യൂൻ ഓഫ് കപ്സ് ആണ് വന്നിട്ടുള്ളത്. അപ്പം നമുക്കിവിടെ അത് എന്താ പറയുക, ഒരു പെണ്ണെന്നോ ആണെന്നോ ഒരു വേർതിരിവില്ല. കാരണം ആ ഒരു വ്യക്തിയുടെ ഭാഗത്ത് നമുക്ക് അത്രത്തോളം ഉയർന്ന തരത്തിലുള്ള ഒരു സ്നേഹമാണ് നിങ്ങളോട് കാണുന്നത്. നിങ്ങളെ ഒരു അവരുടെ കിങ് ആയിട്ടും അവരുടെ ക്യൂനായിട്ടുമാണ് അവർ കണ്ടിരിക്കുന്നത്. അതായത് അവർക്ക് എന്താ പറയുക, ഒരു തൻ്റെ യജമാനനോട് എപ്പോഴും ഒരു കൂറുണ്ടായിരിക്കണമെന്ന് നമ്മൾ പറയും. അപ്പോൾ അതായത് അതുപോലെയാണ്. കാരണം നിങ്ങളെന്ന് പറയുന്നത് അവരുടെ ഒരു മാലാഖയാണ്, അല്ലെങ്കിൽ നിങ്ങൾ എന്ന് പറയുന്നതാണ് അവരുടെ ഒരു ലോകം. ആ ഒരു ലോകത്തെ വിട്ടുകൊടുക്കാൻ ഈ വ്യക്തിക്ക് ഒരിക്കലും ആവത്തില്ല. അപ്പോൾ അത്രത്തോളം അല്ലെങ്കിൽ എന്താ പറയുക, അത്രത്തോളം ഒരു സംരക്ഷിക്കുന്നുണ്ട് ഈ ഒരു വ്യക്തി നിങ്ങളെ. അത് നിങ്ങളുടെ ഒരു മനസ്സ് നീറുമ്പോഴും അവർക്കറിയാം നിങ്ങളെന്ന് പറയുന്ന ഒരു പേഴ്സൺ ഇത്രത്തോളം സ്ട്രഗിൾ ചെയ്തിട്ടാണ് വന്നിട്ടുള്ളത്. നിങ്ങളുടെ ജീവിതത്തിൽ ഇന്ന കാര്യങ്ങൾ നടന്നിട്ടുണ്ടെന്നും ഈ വ്യക്തിക്ക് നന്നായിട്ട് അറിയാം. എങ്കിലും ഈ ഒരു പേഴ്സണെ സംബന്ധിച്ച് ചില സമയങ്ങളിൽ പിടിവിട്ട് പോകുന്നൊരു സമയങ്ങളിലാണ് ഇവിടെ പലപ്പോഴും ബ്രേക്കപ്പ് വരുന്നത്. അല്ലാതെ ആ വ്യക്തി മനഃപൂർവ്വം മാറിപ്പോയിട്ടുള്ള ഒരു രീതിയോ കാണുന്നില്ല. ലെസ് കോണ്ടാക്റ്റ് ആണെങ്കിലും നിങ്ങൾക്ക് പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും മിണ്ടണം എന്നുള്ള താല്പര്യം ഉള്ളതായിട്ടാണ് കാണിക്കുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും എനിക്കിവിടെ നമുക്ക് ബേർഡ്സിനെ കാണാൻ സാധിക്കുന്നുണ്ട്, കിളികളുടെ ശബ്ദങ്ങൾ കേൾക്കുവാൻ സാധിക്കുന്നുണ്ട്. അപ്പോൾ ആ ഒരു എന്താ പറയുക, കേൾക്കാവോ എന്ന് എനിക്കറിയില്ല, നല്ല രീതിക്ക് എന്താ പറയുക, ഒരു ബേർഡ്സിൻ്റെ സൗണ്ട്സ് ഇപ്പോൾ നമ്മൾ റീഡിങ് എടുക്കാൻ നേരത്ത് തന്നെ വളരെയധികം കേൾക്കാൻ സാധിക്കുന്നുണ്ട്. അത് തന്നെ വളരെ സന്തോഷപൂർവ്വമായിട്ടുള്ള ഒരു മെസ്സേജാണ് പ്രകൃതിയിൽ നിന്ന് നമുക്ക് കിട്ടിയിരിക്കുന്നത്. യൂണിവേഴ്സൽ സയൻസ് ആണ്. കാരണം നിങ്ങൾ സ്നേഹിക്കുന്ന വ്യക്തിയെ സംബന്ധിച്ച് അവരുടെ മനസ്സിൻ്റെ ഉള്ളിൽ ഒന്നുമില്ല, അല്ലെങ്കിൽ നിങ്ങളോട് വിദ്വേഷമോ അല്ലെങ്കിൽ ആ വിദ്വേഷം വെച്ചുകൊണ്ട് മുന്നോട്ട് പോകാനോ ആ ഒരു വ്യക്തിക്കാവില്ല എന്നുള്ളൊരു മെസ്സേജാണ്. അവരിൽ നിന്ന് തീർച്ചയായിട്ടും ഒരു മാറ്റങ്ങൾ ഉണ്ടായിട്ടുണ്ട് എന്നുള്ളൊരു മെസ്സേജാണ് നമുക്കിവിടെ കിട്ടുന്നത്. ഓക്കെ, ഇന്നത്തെ ഈ ഒരു റീഡിങ് എല്ലാവർക്കും തന്നെ ഇഷ്ടപ്പെട്ടെന്ന് വരുന്നു. എല്ലാവരും ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ആർക്കെങ്കിലും പേഴ്സണൽ റീഡിങ്സ് ആവശ്യമുള്ളവർക്ക് എന്നെ കോൺടാക്റ്റ് ചെയ്യുക. അടുത്തൊരു വീഡിയോ കാണാൻ എല്ലാവർക്കും അപ്പം ബൈ.